ഓക്കെ, അപ്പൊ നമ്മള് പ്രീവിയസ് ഇയറിൽ സൈക്കോളജിയിൽ നിന്ന് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The second wave in psychology is called. Second wave in psychology is called. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരാണല്ലോ. The second wave in psychology. സൈക്കോ അനാലിസിസ് ആണോ, ഹ്യൂമണിസം ആണോ, ലേണിംഗ് ആണോ, ജസ്റ്റാൾട്ട് സൈക്കോളജി ആണോ, ഏതാണ്? ക്വസ്റ്റ്യന്റെ മലയാളം വേണം എന്നാണോ ഉദ്ദേശിച്ചത്? അതെ. ഹലോ. ഓക്കെ, മലയാളം കൂടി ഞാൻ ഒപ്പം പറഞ്ഞുതരാം. മലയാളം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. നോക്കിക്കോളൂ. മനഃശാസ്ത്രത്തിലെ 2ാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. ഏതാണ് സാധനം? സൈക്കോ അനാലിസിസ് ആണോ, ഹ്യൂമണിസം ആണോ, ലേണിംഗ് ആണോ, ഗസ്റ്റാൾട്ട് ആണോ? ഉത്തരം ഏതായിരിക്കും? ഫസ്റ്റ് വേവ് നമുക്കറിയാം. ഫസ്റ്റ് വേവ് ഏതായിരുന്നു? ബിഹേവിയറിസം ആയിരുന്നു. സെക്കൻഡ് വേവ് ഏതായിരിക്കും? ഹ്യൂമണിസം ആണ് സെക്കൻഡ് വേവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഹ്യൂമണിസം ആണ് സെക്കൻഡ് വേവ് ടാ. ഫസ്റ്റ് വേവ് ആയിരുന്നത് ബിഹേവിയറിസം, സെക്കൻഡ് വേവ് ഹ്യൂമണിസം ആണ്. ഹ്യൂമണിസത്തിൽ നിന്നാണ് പിന്നെ അങ്ങോട്ടുള്ള ചേഞ്ചസ് എല്ലാം വന്നത്. അടുത്ത ചോദ്യം നോക്കാം. In learning, disabilities in the name of mathematical disorder. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസോർഡർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മലയാളം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിക്കാം. പഠന വൈകല്യങ്ങളിൽ ഗണിത പഠന വൈകല്യത്തെ വിളിക്കുന്ന പേര്? ഡിസ്കാൽക്കുലിയ. മാത്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഡിസ്കാൽക്കുലിയ അല്ലെ? ഡിസ്കാൽക്കുലിയാണ് റൈറ്റ് ആൻസർ. ആൻസർ സി. ഇപ്പൊ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ കൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടുക, കുറയ്ക്കുക, ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത്? ഡിസ്കാൽക്കുലിയയിലെ പറയുന്നത്. ഇനി DSM എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? DSM അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ ആണ്. അതിന്റെ 5th എഡിഷൻ ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പ്രകാരമാണ് ഓരോ ഡിസോർഡേഴ്സും നമ്മൾ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ DSM-5 പ്രകാരം സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്നുള്ള കാറ്റഗറിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ ഇതെല്ലാം വന്നിരിക്കുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡറിൽ. ആ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. അത് പറയാൻ കാരണം താഴെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? മലയാളം ക്വസ്റ്റ്യൻ അത് കുറച്ച് താഴെ എവിടെയായിരുന്നു, 18ാമത് അങ്ങാണ്ട് കിടക്കുന്നതായിരുന്നു. ഇവിടെ കിടക്കുന്ന 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിന്റെ ഉദാഹരണം? സ്പെസിഫിക് ആയിട്ടുള്ള പഠന വൈകല്യത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ്: ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ, ഓട്ടിസം, കണ്ടക്ട് ഡിസോർഡർ. ഏതാണ്? സി, ഓട്ടിസം. ഓട്ടിസം എന്ന് പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം അങ്ങനെ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കാര്യങ്ങള്, ഒന്നിലധികം അസുഖങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്
കോമ്പിനേഷൻ ആണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. സ്പെസിഫിക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ അസുഖം മാത്രം. ഇപ്പൊ ഡിസ്ലെക്സിയ, അത് എന്തിനുള്ള ഡിസബിലിറ്റി ആയിരുന്നു? ഡിസ്ലെക്സിയ റീഡിംഗ് ആണോ? വായന. റീഡിംഗ് ഡിഫിക്കൽറ്റി ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമാണ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഏത് വേണമെങ്കിലും വരാം. ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആവാൻ പല പല റീസൺസ് ഉണ്ടാകാം. അപ്പൊ അതൊരു റേഞ്ച് ഓഫ് ഡിസീസസ് ഉൾപ്പെടുന്നതാണ്. ഓട്ടിസത്തിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനകത്ത് തന്നെ ചിലപ്പോ OCD ഉണ്ടാകാം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാകാം, ചിലർക്ക് സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡർ ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് ടോററ്റ് സിൻഡ്രോം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ചിലർക്ക് ADHD ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അത് വരാം. അപ്പൊ അത് ഒരു 10-15 അസുഖങ്ങളുടെ ഒരു വലിയ കൂട്ടത്തിനെയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ല, പകരം ഒരു ജനറൽ ഡിസബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ക്ലെയിംസ് ടു റിവീൽ ഇൻഫർമേഷൻ അബൌട്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് അളക്കുന്നത്? നോക്കൂട്ടാ, ഇതാണ് ചോദ്യം. പ്രൊജക്റ്റീവ് ടെസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് മെഷർ ചെയ്യുന്നത്? കരിയർ ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലക്ച്വൽ അറ്റൈൻമെന്റ്, അൺകോൺഷ്യസ് പ്രോസസ്, പാരന്റിംഗ് സ്റ്റൈൽ. പ്രൊജക്റ്റീവ് ടെസ്റ്റ് അറ്റൈൻമെന്റ് ആണോ? ഇന്റലക്ച്വൽ അറ്റൈൻമെന്റ്. ഇന്റലക്ച്വൽ അറ്റൈൻമെന്റ് അല്ല. പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെ എക്സാമ്പിൾസ് ഓർമ്മയുണ്ടോ? ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ? റോഷാക്ക്, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ അത്? ഈ ടെസ്റ്റുകള് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കേട്ടിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സാധനമാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ടാറ്റ് എന്ന് പറയും. ഈ ടാറ്റ് ടെസ്റ്റില് അങ്ങനെ ഭയങ്കര ആംബിഗ്വസ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കൊടുക്കും. ആ പിക്ചേഴ്സില് നമുക്ക് എന്താണ് ആ പിക്ചർ കണ്ടിട്ട് മനസ്സിലാവുന്നത്? ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് അതിന്റെ പിക്ചേഴ്സ് ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അതിനെ വെച്ചിട്ടൊരു കഥ പോലെ പറയാൻ പോവാണ്. എന്താണ് ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണേ? ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കാം. ഇങ്ങനൊരു ഇമേജ് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടോ? ഇതിൽ ഒരാളുടെ പിന്നിൽ എന്തോ ഒരു പ്രേതം പോലെ സാധനം വന്നേക്കാണ്. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയാന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കഥ എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ട്രോമയായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള മറഞ്ഞു കിടക്കുന്ന നമ്മുടെ ഇഷ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. ഇനി ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഇങ്ക് എടുത്തിട്ട് ഒരു പേപ്പറിന്റെ നടുവിലായിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോ വിവിധ രൂപങ്ങൾ പോലെ തോന്നും. അത് അങ്ങനെയാണ്. അപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ഒരാളുടെ ഉള്ളില് അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണോ കിടക്കുന്നത്, അയാളുടെ ഫീലിംഗ് എന്താണ്, അയാളുടെ തോട്ട്സ് എന്താണ്, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊജക്റ്റീവ് ടെസ്റ്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം? അൺകോൺഷ്യസ് പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? അൺകോൺഷ്യസ് പ്രോസസ്.
കരിയർ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയാൽ മതി. ഇന്റലക്ച്വൽ അറ്റൈൻമെന്റിനും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മതി. പാരന്റിങ് സ്റ്റൈലിന് അതിൻ്റെതായ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു പിയാഷെ, എ ചൈൽഡ് ബിറ്റ്വീൻ 2 to 7 years is undergoing which stage of cognitive development? ഇതിന്റെ ഉത്തരം എന്താണ്? മലയാളം ചോദ്യം കാണിച്ചില്ല അല്ലെ? പിയാഷയുടെ അഭിപ്രായത്തിൽ 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടി താഴെ പറയുന്ന വികാസത്തിന്റെ ഏത് ഘട്ടത്തിലായിരിക്കും? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതിലായിരിക്കും ഉണ്ടാവുക? സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദേ ഈ ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ പ്രീ ഓപ്പറേഷണൽ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജിലും അറ്റൈൻ ചെയ്യേണ്ട ഗോൾസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നിർബന്ധമായിട്ടും വായിച്ചിട്ട് പോകേണ്ട സാധനമാണ്. വായിച്ചോളൂല്ലോ അല്ലെ? അടുത്ത നോക്കൂ. ദ കോൺസെപ്റ്റ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ. റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? മലയാളത്തില് ദൃഢീകരണത്തെ കുറിച്ച് സംശയം ഉണ്ടാക്കിയത് ഈ വ്യക്തിയാണ്. അത് ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. റീഎൻഫോഴ്സ്മെന്റ് ഇതിൽ ഓരോരുത്തരും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ആലോചിച്ചാൽ കിട്ടൂട്ടാ. കോഹ്ലർ എന്ന് പറയുന്നത് ജസ്റ്റാൾഡ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അത് ഓരോ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യണേന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രോയിഡിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫ്രോയിഡ് സൈക്കോ അനലൈറ്റിക്കൽ തിയറിയുടെ ആളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡിസയേഴ്സ്, മോട്ടിവേഷൻ, ഡൈനാമിക്സ് ഇതിനെ കുറിച്ചൊക്കെയാണ്, അതുപോലെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെയാണ് ഫ്രോയിഡ് പഠിച്ചിരിക്കുന്നത്. ബന്ദൂര എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിച്ചാണ് അല്ലെ? സോഷ്യൽ ലേണിംഗ് തിയറിയാണ് ബന്ദൂരന്റെ. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് ആരാ? സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ? ഓപ്പറന്റ് കണ്ടീഷനിങ്, ബിഹേവിയറിസം. അതിലാണ് എന്ത് വന്നത്? നമ്മളിപ്പോ പറഞ്ഞ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത്. ഉത്തരം ഏതാണ്? BF സ്കിന്നർ ആണ് ആൻസർ. ഉത്തരത്തിലേക്ക് എത്തുന്ന വിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും എന്താണെന്ന് അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എന്തൊക്കെ എത്താൻ പറ്റുള്ളൂ, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. റീഎൻഫോഴ്സ്മെന്റ് ആദ്യം കൊണ്ടുവന്നത് ബിഹേവിയറിസ്റ്റുകളാണ്. കാരണം എന്താ? ബിഹേവിയറിസത്തിൽ നമ്മൾ പഠിക്കുന്ന പാവ്ലോവിന്റെ എക്സ്പെരിമെന്റും അതിലൊക്കെ റിവാർഡ് കിട്ടുമ്പോഴാണ് എന്ത് വന്നത്? അവര് കണ്ടീഷൻ ചെയ്ത് ആവശ്യമുള്ള സ്റ്റിമുലസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആ റിവാർഡ്, റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ളത് പ്രധാനപ്പെട്ടത് ആയി വന്നത് ഏത് കേസിലാണ്? നമ്മളിപ്പോ പറഞ്ഞ ബിഹേവിയറിസത്തിലാണ്. ബാക്കി എല്ലാം കോഗ്നിറ്റീവ്സോ സാധനങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോ റീഎൻഫോഴ്സ്മെന്റ് ഒരു ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വന്ന ആശയമാണ്. കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നമ്മൾ 6 ചോദ്യങ്ങൾ കവർ ചെയ്തു. ഈ 6 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണോ?
അടുത്തേക്ക് പോവാലോ അല്ലെ? റിപ്ലൈ ഒന്നും വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് പോവാന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A child learns the accurate response when they are reinforced within punishment, praise, reward, reproof. മലയാളത്തില് താഴെ പറയുന്ന ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായ പ്രതികരണം ഉണ്ടാക്കുന്നത്? ഓപ്ഷൻസ് നോക്കുക. ശിക്ഷണ നടപടി, പ്രശംസ, പ്രതിഫലം, താക്കീത്. ഇവിടെയാണെങ്കിൽ പണിഷ്മെന്റ്, പ്രൈസ്, റിവാർഡ്, റിപ്രൂഫ്. പ്രൈസ് പ്രശംസ, സി പ്രശംസ, റിവാർഡ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലെ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അല്ലെ? പണിഷ്മെന്റ് അല്ല, ഉറപ്പാണ്. റിപ്രൂഫ് എന്ന് പറഞ്ഞാൽ താക്കീതാണ്, അപ്പൊ അതുമല്ല. പിന്നെ ഏതാ രണ്ടെണ്ണമുള്ള ഓപ്ഷൻ? പ്രൈസും ഉണ്ട്, റിവാർഡും ഉണ്ട്. പ്രശംസിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം പ്രൈസ് എന്നാണ് വരാട്ടോ. പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് റിവാർഡ്. പക്ഷെ ഇതൊരു റീഎൻഫോഴ്സ്മെന്റ്. ആരോ ഒരാളുടെ മൈക്ക് ഓൺ ആണ്, ഓഫ് ചെയ്യാട്ടോ. ഓക്കെ. പക്ഷെ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റിവാർഡാണ് കേട്ടോ. റിവാർഡ് കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായിട്ട് ആ ബിഹേവിയർ പാറ്റേൺ എന്ത് ചെയ്യുള്ളൂ, ഫോളോ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും പ്രശംസ അല്ല പ്രതിഫലമാണ് എന്ന് പറയാൻ കാരണം? പ്രശംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഒരു പ്രശംസ, ഒരു നല്ല വാക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കിട്ടുക. അത് അതിനേക്കാൾ ഉപരി ചെയ്തൊരു കാര്യം മറ്റുള്ളവരുടെ മുൻപിൽ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് അംഗീകാരം കിട്ടുമ്പോഴാണ് കുട്ടികൾക്കത് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് വരും. അതുകൊണ്ടാണ് പ്രതിഫലം നൽകുമ്പോൾ എന്നുള്ളത് ഉത്തരം വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് കളയാട്ടാ. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ തെറ്റിച്ചാൽ മതി നമ്മുടെ മാർക്ക്. നമ്മൾ ചിന്തിക്കുന്ന വിധം കുട്ടികളെ പോലെ ചിന്തിക്കണം എന്നാണ് പറയാൻ. ഓക്കെ, നോട്ട് ഇൻ എ പെർസ്പെക്റ്റീവ് ഓഫ് എ ടീച്ചർ. കുട്ടികളുടെ മെന്റാലിറ്റിയിൽ ആലോചിച്ച് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കുക. രേഖ ഇസ് ഒബ്സസ്ഡ് വിത്ത് ക്ലെൻലിനെസ് ആൻഡ് കൺട്രോൾ. Which stage of psychosexual development രേഖ become fixated? രേഖ ഏത് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഇങ്ങനെ ഫിക്സേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? രേഖ വൃത്തിക്കും അടുക്കും ചിട്ടയ്ക്കും അമിത പ്രാധാന്യം നൽകുന്ന ആളാണ്. ഏത് സൈക്കോസെക്ഷൽ ഘട്ടത്തിലാണ് രേഖയ്ക്ക് ഫിക്സേഷൻ ഉണ്ടായിട്ടുള്ളത്? ഏനൽ സ്റ്റേജ് ആണോ, ഓറൽ സ്റ്റേജ് ആണോ, ലേറ്റൻസി സ്റ്റേജ് ആണോ, ഫാലിക് സ്റ്റേജ് ആണോ? ഓപ്ഷൻസ് എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? 4 ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ആൻസർ പറയാം. ഇത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുള്ളേ. ഫാലിക്. ഫാലിക് ആണ് ഒരാൾ ഉത്തരം പറഞ്ഞത്, ബാക്കിയുള്ളവര് ലേറ്റൻസി. പിന്നെ വേറെ ഉത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ഓരോ സ്റ്റേജും നോക്കാം, അതല്ലേ നല്ലത്? ഓറൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജില്
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറോജിനസ് സോൺ ഏതാണ്? മൗത്ത് ആണ്. പ്രൈമറി സോഴ്സ് മൗത്ത് ആയിരിക്കും. അപ്പൊ ആ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കുകയാണെങ്കിൽ ച്യൂവിങ്, സ്മോക്കിങ്, നെയിൽ ബൈറ്റിങ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വലുതായി കഴിയുമ്പോഴും പെർസിസ്റ്റിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. ഓറൽ സ്റ്റേജിലാണ് ഫിക്സേറ്റഡ് ആയെങ്കിൽ. ലേറ്റൻസി സ്റ്റേജിൽ റിലേറ്റീവ്ലി കാം ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ലിബിഡോ ഇവിടെ സപ്രസ്ഡ് ആണ്. നമ്മൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. ഈ ഒരു പീരീഡിൽ ഫ്രണ്ട്ഷിപ്പ്, ഹോബീസ്, ലേണിംഗ് ഈ ഒരു കാര്യങ്ങളിലായിരിക്കും ലേറ്റൻസി പീരീഡിൽ എന്തെങ്കിലും ഫിക്സേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. കാരണം ആ ഒരു പീരീഡിലാണ് ഫിക്സേഷൻ സംഭവിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫാലിക് സ്റ്റേജിലേക്ക് ആണെങ്കിൽ ഫാലിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? ജെനൈറ്റൽ ഓർഗൻസ് സെന്റേർഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്ന പീരീഡ് ആണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻസ് ആ ഒരു കേസിലായിരിക്കും ഫിക്സേഷൻ സംഭവിക്കുക. അതേസമയം ഏനൽ സ്റ്റേജിലാണ് ഫിക്സേഷൻ സംഭവിക്കണേന്ന് കരുതുക. ഏനൽ സ്റ്റേജ് കുറച്ചുകൂടെ താഴേക്ക് പോയി അല്ലെ. ഏനൽ സ്റ്റേജിലാണ് ഫിക്സേഷൻ സംഭവിക്കണേന്നുണ്ടെങ്കിൽ നോക്കൂ, ആ സമയത്ത് ബോവൽ മൂവ്മെന്റും ബ്ലാഡർ കൺട്രോളുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പീരീഡിൽ കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ് പീരീഡിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഹാർഷ് എക്സ്പീരിയൻസസ് ഒക്കെ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആ ഒരു പീരീഡിന്റെ ട്രോമയും അതിന്റെ ഒരു പെർസിസ്റ്റിംഗ് എക്സ്പീരിയൻസ് കാരണം ആ സമയത്തുള്ള ക്ലെൻലിനെസ്, ഓർഡർനെസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫിക്സേഷൻ സംഭവിക്കാം. അപ്പോൾ ഓവർ ഒബ്സസ്ഡ് വിത്ത് ക്ലീനിങ് ഏത് കാരണം കൊണ്ടുണ്ടാവുന്ന ഫിക്സേഷൻ ആണ്? ഏനൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഫിക്സേഷൻ ആണ്. ഓക്കെ, ഫിക്സേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആകുന്ന ചില പ്രശ്നങ്ങളാണ്, കുട്ടികളിൽ കാണപ്പെടുന്ന കോമൺ കുറച്ച് ഇഷ്യൂസ് ആണ്. ഓക്കെ, വളർന്നു വരുമ്പോഴും ആ ഇഷ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് വായിച്ചോളൂ, എങ്കിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞത്. 9ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. വിച്ച് ഈസ് ദി മേജർ ക്രിറ്റിസിസം ഓഫ് കോൾബർഗ്സ് തിയറി? കോൾബർഗിന്റെ തിയറിയുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്താണ്? നോക്കിക്കോ, കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? കോൾബർഗ് കൃത്യമായി തന്റെ ധാർമ്മിക സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. കോൾബർഗിന്റെ സിദ്ധാന്തം ശാസ്ത്രീയമായി നീതിയുക്തമല്ല. ധാർമ്മിക ന്യായവാദം വ്യക്തിയുടെ വികാസഘട്ടങ്ങളിൽ ഉണ്ടെന്ന് കോൾബർഗ് സമർത്ഥിച്ചു. ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല. ഇംഗ്ലീഷ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ പറഞ്ഞോളൂ. ഉത്തരം വായിച്ചു നോക്കിയിട്ട് പറയാട്ടാ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മലയാളത്തിലാണെങ്കിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല. റൈറ്റ് ആൻസർ ഡി തന്നെയാണ്. എന്തുകൊണ്ട് ഡി? അതാണല്ലോ നമുക്ക് പ്രധാനം. എന്തുകൊണ്ടായിരിക്കും? എന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോൾബർഗ്
ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഡിഡ് നോട്ട് ഗിവ് ക്ലിയർ കട്ട് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. പക്ഷെ കോൾബർഗിന്റെ തിയറിയിൽ 6 സ്റ്റേജസ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ക്ലിയർ കട്ട് ഡിഫൈനിങ് ഇല്ല എന്നുള്ളത് തെറ്റാണ്. അടുത്തത്, കോൾബർഗിന്റെ തിയറി ഹാസ് നോ എംപീരിക്കൽ ബയസ്. എംപീരിക്കൽ ബയസ് ഇല്ല. അത് രണ്ട് ജെൻഡറിനെയും കൃത്യമായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംപീരിക്കൽ ബയസ് ഇല്ല എന്നുള്ളത് ട്രൂ ആണ്. എംപീരിക്കൽ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജെൻഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി കോൾബർഗ് പ്രപ്പോസ് മോറൽ റീസണിങ് ഇൻ ഡെവലപ്മെന്റ്. കൃത്യമായിട്ട് മോറൽ റീസണിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ, യങ് അഡൽട്സ് അല്ലെങ്കിൽ എന്താ പറയാ, ചെറിയ കുട്ടികളിലാണ് പ്രധാനമായിട്ടും പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കാര്യമായിട്ട് ആൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. MMPI is used to measure the big 5 traits: personality and psychological disorder, leadership potential, unconscious drives. മലയാളത്തില് MMPI അളക്കുന്നത് ഏതാണ്? 5 വലിയ ഗുണങ്ങൾ, മനോരോഗങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളും, നേതൃത്വ പാടവം, അബോധ ചോദനകൾ. ഓപ്ഷൻ ബി, പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ. ഓപ്ഷൻ ബി, പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ. MMPI എന്റെ ഫുൾ ഫോം മിനസോട്ട മൾട്ടി ഫേസിറ്റിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്നാണ്. ഓക്കെ, ഇത് പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പേഴ്സണാലിറ്റിയുടെ 5 ട്രേറ്റ്സ് ആണ് അവർ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ ആൻസർ വരുന്നത് ദ ബിഗ് 5 ട്രേറ്റ്സ് ആണ്. ഉത്തരം എങ്ങനെയാണ് തെറ്റിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. MMPI അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കറക്റ്റ് ആണോ പറഞ്ഞത്? MMPI കേൾക്കാത്തോണ്ടായിരിക്കും. മിസ് ഒന്നും കൂടിയും പറയോ? ഒരു സെക്കൻഡ്. MMPI എന്ന് പറയുന്നതേ ഒരു പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ കൂടെ 5 ടൈപ്പ് പേഴ്സണാലിറ്റി, 5 ടൈപ്പിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. 5 മേജർ ട്രേറ്റ്സ് ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? അത് ഉപയോഗിച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ടെസ്റ്റ് ആണ്. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, ഏത് ടൈപ്പിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്. 104 ചോദ്യങ്ങളുണ്ട് ടോട്ടല്. I engage in specific rituals such as checking, counting or cleaning that help me regain my mental focus. അപ്പൊ ആ ചോദ്യത്തിന് മലയാളം മീനിങ് ഇങ്ങനെയാണ്. നമ്മുടെ മെന്റൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുക. നമ്മളൊരു മെന്റലി ഓക്കെ ആവാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു 104 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഈ 104 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് 5 ടോപ്പ് കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കും. 5 എണ്ണാണ് അതിന് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 5 ബിഗ് ട്രേറ്റ്സ് എന്നുള്ളതിൽ അതിന്റെ ആൻസർ വരുന്നത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ആ ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിലൊന്നും പഠിക്കാനില്ല. അതുകൊണ്ടാണ് അധികം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരണേ.
ഓക്കെ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. 11. Raju is thinking that he is not living up to expectations. This would be described by Adler as. ആഡ്ലറിന്റെ തിയറിയിൽ ഈ ഒരു അവസ്ഥേനെ എങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക? ലോ സെൽഫ് റിയലൈസേഷൻ ആണോ, ആഡ്ലറിയൻ കോംപ്ലക്സ് ആണോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണോ, ലോ ആക്ച്വലൈസേഷൻ ആണോ? മലയാളം തരാം. താൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു. ആഡ്ലറിന്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന ഏത് പ്രശ്നമാണ് ഉള്ളത്? കുറഞ്ഞ കാര്യനിർവഹണ ശേഷി, ആൾഡേറിയൻ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, കുറഞ്ഞ ആത്മസാക്ഷാത്കാരം. ഇംഗ്ലീഷ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ലോ സെൽഫ് റിയലൈസേഷൻ. ലോ സെൽഫ് റിയലൈസേഷൻ. നമുക്ക് ഓരോ ഓപ്ഷൻസും കീറി മുറിച്ച് നോക്കാം, എന്താണ് വരണേ നോക്കാലോ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കുറിച്ച് തന്നെ വലിയ തിരിച്ചറിവില്ലാതെ പോകുന്ന അവസ്ഥയാണ് സെൽഫ് റിയലൈസേഷൻ, ലോ സെൽഫ് റിയലൈസേഷൻ. അപ്പോ കഴിവിനൊത്ത് ഉയരുന്നില്ല എന്ന് പറയുമ്പോൾ കഴിവ് എന്താണെന്ന് അറിയാലോ. അപ്പൊ ലോ സെൽഫ് റിയലൈസേഷൻ ആണോ? ആവില്ല അല്ലെ. അടുത്തത് ആൾഡീരിയൻ കോംപ്ലക്സ്. ആൾഡീരിയൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല സത്യത്തില്. അപ്പൊ അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ തന്ന സാധനമാണെന്ന് വിചാരിക്കാം. ലോ ആക്ച്വലൈസേഷൻ. ആക്ച്വലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത് മാസ്ലോന്റെ തിയറിയിലാണ്. അപ്പൊ അതും എന്തുമായിട്ട് ബന്ധമില്ല? ആഡ്ലറിന്റെ തിയറി ആയിട്ട് ബന്ധമില്ല. പിന്നെ അത് അടുത്തതുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കഴിവ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് അയാളുടെ അത്രയും അച്ചീവ് ചെയ്യാൻ കഴിവില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഇനി ഒന്നുകൂടി വായിച്ചോക്കേ. രാജു ചിന്തിക്കുകയാണ് അവന്റെ കഴിവിനൊത്ത് അല്ല അവൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നത്. മലയാളത്തിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്തായിരുന്നു? പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. അപ്പൊ അതില് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഈ സാധനം, ഇങ്ങനൊരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ല. സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്ക് ഇല്ല. പിന്നെ ഏതുള്ള? സെൽഫ് റിയലൈസേഷൻ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. സെൽഫ് റിയലൈസേഷൻ എന്താണ്, തന്റെ കഴിവ് എന്താണെന്ന് അറിയാണ്ട് എന്തായാലും കഴിവിനൊത്ത് ഉയരുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എയും അല്ല. പിന്നെ ഓപ്ഷൻ ഏതേ ഉള്ളൂ നമുക്ക്? സി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എപ്പോഴും ഉത്തരം കണ്ടെത്തുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 4 ഓപ്ഷൻസിൽ മാച്ചാവാത്ത സാധനങ്ങൾ ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇപ്പൊ ഇവിടെ ആൾഡീരിയൻ കോംപ്ലക്സ് അങ്ങനെ സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ആഡ്ലറിന്റെ തിയറിയിൽ. പിന്നെ ലോ ആക്ച്വലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത് മാസ്ലോന്റെ തിയറിയിലാണ്. അവിടെ ആഡ്ലറിന് റോളില്ല. അപ്പൊ ആ 2 കട്ട് ചെയ്തു. പിന്നെ നോക്കി എയും സിയും മാത്രമേ ബാക്കിയേക്കണം. ലോ സെൽഫ് റിയലൈസേഷൻ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇവിടെ നോട്ട് ലിവിങ് അപ് ടു എക്സ്പെക്ടേഷൻസ്. അപ്പൊ എന്താണ് കഴിവ്, എന്താണ് ആളുടെ എക്സ്പെക്ടേഷൻ എന്നറിയാണ്ട് ആൾക്ക് എന്തായാലും ലോ ആണെന്ന് പറയാൻ അഭിപ്രായപ്പെടാൻ പറ്റില്ല. അപ്പൊ ലോ സെൽഫ് റിയലൈസേഷൻ അല്ല അവിടുത്തെ റീസൺ. പിന്നെ ബാക്കി നമുക്ക് ഏതേ ഉള്ളൂ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു മെത്തേഡ് പിടിച്ചു നോക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ഉത്തരത്തേക്ക് എത്താൻ എളുപ്പം. നോക്കിക്കോളൂ. ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് is a term created by Wechsler, Peter Salovey and John Mayer, Daniel Goleman, Phillips ഇതെന്താണ്? സിംബാർഡോ. ഇതാണ് മലയാളത്തിലെ ചോദ്യം. പീറ്റർ സെലോവെ ആൻഡ് ജോൺ മേയർ. പീറ്റർ സെലോവ ആൻഡ് ജോൺ മേയർ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളവർ എന്താ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞോ? വെഷ്ലർ എന്താ കണ്ടുപിടിച്ചത്?
ഡാനിയൽ ഗോൾമാൻ. സംശയമുണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലായിരുന്നു. ഏതാ? ബാച്ചിലർ ഇന്റലിജൻസ് ടെസ്റ്റ്. ആ, നോക്കാം നമുക്ക് ഓരോന്നും. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ബുക്ക് എഴുതിയത്. കറക്റ്റ് ആണ്, ബുക്ക് എഴുതിയത് ആളാണ്. വെഷ്ലർ ആണ് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ടാക്കിയെടുത്തത്, ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ടാക്കിയെടുത്തത്. ഫിലിപ്പ് സിംബാർഡോ ആണ് അദ്ദേഹം എന്താ ചെയ്തത്? ഒരു സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഈ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഡാനിയൽ ഗോൾമാനെയും പീറ്റർ സലോവ ആയിരിക്കും. പീറ്റർ സലോവയുടെ പേര് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഗോൾമാൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ബുക്ക് എഴുതി. അതിന് മുന്നേ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അത് കൊണ്ടുവന്ന രണ്ടുപേരാണ് പീറ്റർ സലോവയും ജോൺ മെയറും കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വെഷ്ലർ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാനിയൽ ഗോൾമാൻ റിലേറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത, അധികം കേട്ടിട്ടില്ലാത്ത ആളുകളാണ് പീറ്റർ സലോവയും ജോൺ മെയറും. അപ്പൊ ഈ ചോദ്യം നമുക്ക് അറിഞ്ഞാൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. 13th question. One gets worried about his exams and started to study. This is an example of learning ആണോ, motivation ആണോ, maturation ആണോ, explanation ആണോ? ഓപ്ഷൻ പരീക്ഷേനെ ഓർത്ത് വിഷമിച്ചു വരുമ്പോൾ പഠിക്കാൻ ആരംഭിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഏതാണ്? ബി ആണോ? ലേണിംഗ്. മലയാളം ഓപ്ഷൻ വേണമെങ്കിൽ നോക്കിക്കോളൂ. പരീക്ഷേനെ ഓർത്ത് വിഷമിച്ച് ഒരാൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പരീക്ഷ കാരണം പഠിക്കുന്നു. അപ്പൊ അത് ആക്ച്വലി എന്താണ്? ഒരു മോട്ടിവേഷൻ ആണ്. ഇത് എന്ത് മോട്ടിവേഷൻ ആണെന്ന് കൂടി പറഞ്ഞ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ? എക്സ്ട്രിൻസിക് ആണോ, ഇൻട്രിൻസിക് ആണോ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക്. പരീക്ഷ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലേ ആക്ച്വലി? അല്ലേ? അല്ലേ? തോന്നിയില്ല? മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. വറി ചെയ്യുമ്പോ ഉള്ളിൽ നിന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇൻട്രിൻസിക് പറഞ്ഞത്. നമ്മളെ ഇൻട്രിൻസിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ജെനുയിൻ ഇൻട്രസ്റ്റ് കൊണ്ട്, ഒരാൾ ഒരു സബ്ജക്ട് പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ട് അയാൾ പഠിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സ്കില്ല് വേണം, അതുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കണം. ഇപ്പൊ ഡാൻസ് പഠിക്കാനായിട്ട് ഡാൻസ് പഠിച്ചെടുക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ പഠിക്കുന്നു. അത് ഇൻട്രിൻസിക് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സൈക്കോളജി പഠിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേന്ന് അറിയണം, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. അത് ഇൻട്രിൻസിക് ആണ്. അതല്ലാതെ ബാക്കിയെല്ലാം എക്സ്ട്രിൻസിക്കിലേ പെടുള്ളൂ. പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് പഠിക്കണം, പരീക്ഷ വന്നത് കൊണ്ട് പഠിക്കുന്നു. ആ ഒരു സെൻസിലാണ് ഈ ചോദ്യം ചോദിച്ചേക്കണേ. പരീക്ഷ വന്നത് കൊണ്ട് പഠിക്കുന്നു, അതെന്ത് മോട്ടിവേഷനാ? എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, അടുത്തേക്ക് പോവാലോ അല്ലെ? ദിലീപ് is a friendly
Dilip is friendly always, willing to help others and compassionate. We would expect Dilip to score high on. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതിലാണ് ദിലീപിന് ഹൈ സ്കോർ ഉണ്ടാവുക? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കോ. മലയാളം ഓപ്ഷൻസ് ഞാൻ തരാം. എല്ലാവരെയും സ്നേഹിക്കുന്നവനും സഹായ മനസ്ഥിതി ഉള്ളവനുമാണ് ദിലീപ്. ദിലീപിന് ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുക? എക്സ്ട്രോവേർട്ട്, പൊരുത്തപ്പെട്ടു പോകുക, ന്യൂറോട്ടിസം, പുതിയ അനുഭവങ്ങളെ തുറന്നു സമീപിക്കുന്നു. മലയാളം ഓപ്ഷൻസ് ഒന്നും കൂടി പറയൂ. മലയാളം ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ആ. ഏതായിരിക്കും? ഉത്തരം വന്നില്ലല്ലോ. മിസ്സേ ഓപ്ഷൻ ബിയും സിയും എന്താണെന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബിയും സിയും നോക്കാം നമുക്ക്. എഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവ്, ഹെൽപ്ഫുൾ, ട്രസ്റ്റിംഗ്, ഇതൊക്കെ എഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ പേരെന്തായിരുന്നു? പൊരുത്തപ്പെട്ടു പോകുക. അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. കൈൻഡ്, വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്, ട്രസ്റ്റിംഗ്, കോപ്പറേറ്റീവ്, ഇതൊക്കെ എഗ്രിയബിൾനെസ് അതിന്റെ ഭാഗമാണ്. എക്സ്ട്രോവേർട്ട് അറിയാലോ. ന്യൂറോട്ടിസം എന്താണെന്ന് നോക്കിക്കോളൂ. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ആൻസൈറ്റി, നെഗറ്റീവ് ബിഹേവിയർ, ഇതിനൊക്കെയാണ് ന്യൂറോട്ടിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്പൺ ടു എക്സ്പീരിയൻസസ് പിന്നെ അറിയാലോ. ഓരോ പുതിയ എക്സ്പീരിയൻസസിനെയും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻധാരണ ഇല്ലാതെ സ്വീകരിക്കാനുള്ള കഴിവ്. റൈറ്റ് ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ് കേട്ടോ. ന്യൂറോട്ടിസം പുതിയ വാക്കായിരിക്കും അല്ലെ, കേട്ടിട്ടുണ്ടാവില്ല. പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ.
Which of the following statements about humanistic theory is false? ഹ്യൂമനിസ്റ്റിക് തിയറിയെ കുറിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റ്? മലയാളം വേണ്ടേ? ഹ്യൂമനിസ്റ്റിക് സിദ്ധാന്തമായി താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരത്തേക്ക് എത്തിയോ? റൈറ്റ് ആൻസർ കമന്റ് ചെയ്യട്ടോ. ആൻസർ സി. നമുക്ക് ഇതിന്റെ മലയാളം ഓപ്ഷൻ വെച്ച് പറയാം അല്ലെ. ഹ്യൂമനിസ്റ്റിക് പ്രസ്താവനയില് മനുഷ്യന് എസെൻഷ്യലി മനുഷ്യൻ ഒരു നല്ല ആളാണ്. ഓക്കെ, ബേസിക്കലി ഓൾ ഹ്യൂമൻസ് ആർ ഗുഡ്. ആ ഒരു ഐഡിയോളജിയാണ് ഫോളോ ചെയ്യുന്നത്. മനുഷ്യന്റെ പെരുമാറ്റത്തിലെ ദുഷ്ടവശങ്ങളുടെ ഉൾക്കാഴ്ച നൽകുന്നില്ല എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. മനുഷ്യൻ എന്താണോ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ആ ഒരു ബേസിക് പേഴ്സ്പെക്റ്റീവിലാണ് ഹ്യൂമനിസം പോകുന്നത്. ഇനി വ്യക്തിപരമായതിനാൽ നീതിയുക്തമല്ലാത്തതാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് പോകുന്നത് നീതിയുക്തമാണ് അല്ലെ. നീതിയുക്തമല്ല എന്നല്ല പറയുന്നത്, നീതിയുക്തമാണ് എന്നാണ് പറയുന്നത്. മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ പഠനം അല്ല, സാധാരണ മനുഷ്യരെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി പോകുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിശോധിക്കാൻ പ്രയാസമാണ്. ശാസ്ത്രീയമായി പരിശോധിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്കെയിലുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിലെ തെറ്റേതാണ്? മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് നടത്തിയത്, ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് എന്നാണ് തെറ്റ് കേട്ടാ. ആൻസറേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതൊക്കെ എളുപ്പമാണ്. A duckling is following its mother as well as other moving object. This is an example of imprinting, practice, instinct, motivation.
മലയാളത്തിൽ താറാവിന്റെ കുഞ്ഞ് മാതാവിനെ മറ്റു ചലിക്കുന്ന വസ്തുക്കളെയും പിന്തുടരുന്നതിനെ എന്തു വിളിക്കുന്നു? മുദ്രണം, പരിശീലനം, സഹജവാസന, പ്രചോദനം. ഉത്തരം പോന്നോട്ടെ. മലയാളം ഓപ്ഷൻസ് ഒന്നും കൂടി പറയൂ. ഹലോ മാം, പോയോ? സ്ക്രീൻ കാണുന്നില്ലേ? മലയാളം ഓപ്ഷൻസ് ഒന്നും കൂടി പറയൂ. മലയാളം ഓപ്ഷൻ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല അല്ലെ? മുദ്രണം, പരിശീലനം, സഹജവാസന, പ്രചോദനം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി സഹജവാസന. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് എന്താ സാധനം എന്നോടെ ആലോചിക്കൂ. ഇത് നമ്മളെ സൈക്കോളജി ആദ്യം പഠിക്കൂല, ഫസ്റ്റ് സെമിസ്റ്ററിൽ അവിടെ വരുന്ന ടേം ആണ്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഫ്രണ്ടിലെ മൂവിങ് ഒബ്ജക്റ്റ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്ന പരിപാടിയാണ്. അതിനെ ഇംപ്രിന്റിങ് എന്നാണ് പറയാ. ഓക്കെ, ഇംപ്രിന്റിങ് എന്ന് പറയുന്നത് ആനിമൽസിന്റെ ലൈഫിൽ അവർക്ക് ഫസ്റ്റ് അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ മദറാണ് അവർക്ക് ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് ഉള്ളത്. ആ മദർ ചെയ്യുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ആരുടെ പരിപാടി? ഡക്ലിങ്സിന്റെ പരിപാടി. ഇനി പ്രാക്ടീസ് എന്ന് പറയുന്നതിന്റെ അകത്ത് എന്തായിരിക്കും വരാ? നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ്. ഇപ്പൊ ഒരു മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, താറാവ് വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതിന് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതിന് പ്രാക്ടീസ് എന്ന് പറയാം. ഇൻസ്റ്റിങ്ക്റ്റ്, ഇപ്പൊ അവർക്ക് നാച്ചുറലി അവർക്കുള്ളൊരു കഴിവാണ് വെള്ളത്തിൽ നീന്താൻ. അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ എബിലിറ്റി ആണ്. അത് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇനി മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്ന ഫോളോ അപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ റൈറ്റ് ആൻസർ വരുന്നത് ഇംപ്രിന്റിംഗ് ആണ്. എന്താണോ നമ്മുടെ മുമ്പിലുള്ള ആള് ചെയ്യുന്നത് അത് അപ്പാടെ കോപ്പി ചെയ്യുന്നതിനെയാണ് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആ ടേം ഒന്ന് ഓർത്തു വെച്ചോളൂ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? അമ്മ താറാവിന്റെ പിന്നിക്കൂടെ കുഞ്ഞു താറാവുകൾ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Who argued that adolescence is a period of storm and stress? പഠിച്ചിട്ടുണ്ട് നമ്മള്. മലയാളത്തില് സ്ക്രീൻ കാണുന്നുണ്ടോ? മലയാളം ക്വസ്റ്റ്യൻസ് സ്റ്റാൻലി ഹാൾ. സ്റ്റാൻലി ഹാൾ. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മള് അഡോളസൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അല്ലെ? അതുകൊണ്ട് ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം വരില്ല എന്ന് വിചാരിക്കുന്നു. സ്റ്റാൻലി ഹാൾ ആണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. 18ാമത്തെ ചോദ്യം.
A teacher make use of variety of tasks to cater to the different learning needs of her learners. She is influenced by. ഒരു ടീച്ചർ പല പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ പഠന രീതികളെ അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിൽ ഏത് തിയറിയാണ് ടീച്ചറിനെ കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? തിയറീസ് ഇതൊക്കെയാണ്: ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, സോഷ്യോ കൾച്ചറൽ തിയറി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, മോറൽ ഡെവലപ്മെന്റ് തിയറി. ഇതിന്റെ മലയാളം വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് കേട്ടോ. ഏത് തിയറി ആയിരിക്കും? ഓപ്ഷൻ സി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഓപ്ഷൻ സി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. നമ്മൾ പല ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഒരാള് ചിലർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെ? ചിലർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മള് പല ടൈപ്പ് ലേണേഴ്സിനെ പഠിച്ചിട്ടുണ്ട്. കൈനസ്തെറ്റിക് ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ലേണിംഗ്, അല്ലെ? ഇതിനെല്ലാത്തിനെയും ഒരുപോലെ കേറ്റർ ചെയ്യണം. അതാണ് ബേസിക് നീഡ്. അപ്പൊ കേൾക്കുക എന്ന് പറയുന്നതും തൊട്ടറിയുക എന്ന് പറയുന്നതും പല പല ഇന്റലിജൻസ് ആണ്. ഇപ്പൊ ചിലർക്ക് ട്യൂണ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, പാട്ടുപാടി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ചിലർക്ക് ടച്ചിങ്, ഫീലിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആയിരിക്കും കുറച്ചുകൂടി സ്ട്രോങ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ കേട്ടോ. ഇങ്ങനെയാണ് നോക്കണത്. ഉത്തരം തെറ്റുന്നത് പ്രശ്നമില്ല കേട്ടോ, തെറ്റി ശരിയാവുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞു തന്നത്? അടുത്തത് 19ാമത്തെ ചോദ്യം. Where the likelihood of carrying out a behavior is increased by simply creating the behavior and its consequence have been reinforced by someone. This is known as. മലയാളം വായിക്കാം, ഇംഗ്ലീഷ് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? മറ്റൊരാളുടെ പെരുമാറ്റവും അതിന്റെ ഭവിഷ്യത്തുകളും കണ്ടു മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ എന്തു പേരിൽ വിശേഷിപ്പിക്കുന്നു? സാമൂഹിക പഠനതത്വം, ബദലായ ദൃഢീകരണം, മാതൃകയാക്കുക, ബദലായ ശിക്ഷാരീതി. ഓപ്ഷൻസ് നോക്കാം. സോഷ്യൽ ലേണിംഗ് തിയറി, വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ്, മോഡലിംഗ്, വികാരിയസ് പണിഷ്മെന്റ്. ഓപ്ഷൻ എ ആണോ? എ, സോഷ്യൽ ലേണിംഗ് തിയറി. വേറെ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? റീഎൻഫോഴ്സ്മെന്റിനെ കുറിച്ചാണ് കേട്ടോ. അത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബിയും ഡിയും ഒന്ന് പറഞ്ഞുതരോ? ഓക്കെ. വികാരിയസ് റീഎൻഫോഴ്സ്മെന്റ്, മലയാളത്തിൽ അതിന്റെ പേരെന്തായിരുന്നു? ബദലായ ദൃഢീകരണം. അപ്പൊ മറ്റൊരാളുടെ പെരുമാറ്റവും ആ പെരുമാറ്റം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മള് സ്വന്തം രീതികൾ മാറ്റി ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ബദലായ ദൃഢീകരണമാണ് എന്നാണ് റൈറ്റ് ആൻസർ. ബദലായ ശിക്ഷണം. നമ്മളിവിടെ ആരെയും ശിക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കറക്റ്റ് അല്ലേ?
ഇവിടെ പറഞ്ഞത് വികാരിയസ് പണിഷ്മെന്റ്. പണിഷ്മെന്റ്, വികാരിയസ് എന്നുള്ള വാക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. വികാരിയസ് എന്നുള്ളതിന്റെ റൈറ്റ് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അനുഭവിക്കാത്ത, മറ്റൊരാളിൽ നിന്ന് കേട്ടറിഞ്ഞ ആ ഒരു മീനിങ് ആണ് വികാരിയസ് എന്ന ടേമിനുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ പണിഷ്മെന്റിനെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വികാരിയസ് പണിഷ്മെന്റ് എന്നുള്ളത് നമുക്ക് വിട്ടുകളയാം. മോഡലിംഗ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മോഡലിംഗ് 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 ഓർമ്മയുണ്ടോ? ലേണിംഗ് ന്യൂ ബിഹേവിയേഴ്സ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ബൈ ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. അതിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇംപ്രിന്റിംഗ് പറഞ്ഞില്ലേ, അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന അടുത്തൊരു ടേമാണ് മോഡലിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയും. അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ മോഡലിംഗ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചോളേ. likelihood of carrying out a behavior is increased. നമ്മൾ റീഎൻഫോഴ്സ്മെന്റിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ the likelihood of carrying out a behavior is increased. പണിഷ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? likelihood of carrying out a behavior is decreased എന്നാണ് അവിടെ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉത്തരത്തേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കി. ഇതാണ് റൈറ്റ് ആൻസർ എന്ന് കീയിൽ തന്നിരിക്കുന്നത്, ഒഫീഷ്യൽ കീയിൽ തന്നിരിക്കുന്നത്. ആ ഉത്തരം തന്നെയാണോ കിട്ടുന്നത്? ആ ഉത്തരത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഈ അതിന് മുന്നിൽ വികാരിയസ് എന്ന് വന്നില്ലേ, അപ്പൊ ഒരു ഡൗട്ട്. റീഎൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചിട്ട് നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. ആ, വികാരിയസിന്റെ മീനിങ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നാ? ഇപ്പൊ മനസ്സിലായി. ആ, അതൊരു ഇൻഡയറക്റ്റ് എന്നുള്ളതിന്റെ വേറൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് വേർഡാണ് കേട്ടോ. ഇൻഡയറക്റ്റ് എന്നുള്ളതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആ വാക്ക്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ പാസ്സാവണം എന്നുള്ളതല്ല ലോക്കോസ് പേപ്പർ ലക്ഷ്യം. പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ 20 ചോദ്യങ്ങളെ നോക്കണുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വിച്ച് തിയറിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ സെൽഫ് കോൺസെപ്റ്റ് ഇൻ പേഴ്സണാലിറ്റി? ഐഡിയൽ സെൽഫ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. സെൽഫ്. ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം പറഞ്ഞോളൂ. കാൾ റോജേഴ്സ്. റൈറ്റ് ആൻസർ കാൾ റോജേഴ്സ് ആണ് അല്ലെ? റോജേഴ്സിന്റെ തിയറിയിലാണ് നമ്മൾ ഐഡിയൽ സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ് കേട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കാം. കുട്ടികളുടെ ഭൗതിക വികാസത്തിന്റെ 4 ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയത് ആരാണ്? അതിന്റെ ഇംഗ്ലീഷ് ഞാനിപ്പോ തരാം, ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്?
ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് ആ. മാം. ആ, ഓക്കെ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ഓഫ് ചിൽഡ്രൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആർ ഐഡന്റിഫൈഡ് ബൈ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? പിയാഷെയാണ്. സംശയമൊന്നുമില്ല അല്ലെ? ഏതൊക്കെയായിരുന്നു 4 സ്റ്റേജസ് എന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? സെൻസറി മോട്ടർ, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷൻ, ഓപ്പറേഷണൽ, ഫോമൽ, കോൺക്രീറ്റ്. കോൺക്രീറ്റ്. ഓക്കെ. അതിന്റെ ഏജ് കൂടി നോക്കി വെക്കണേ. അടുത്ത ചോദ്യക്ക് പോവാം. Which of the following is an example of prenatal cause of intellectual disability when there is a significant period without oxygen during immediately after delivery? ഡെലിവറി നടന്ന ഉടനെ കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കണ്ടീഷൻ ഉണ്ട്. അത് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? അനോക്സി ആണോ, ന്യൂമോണിയ ആണോ, ഓട്ടിസം ആണോ, സ്ലീപ്പ് അപ്നേ? മലയാളം കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാ? ഓക്കെ മാം. മലയാളം എവിടെയാണ്? പ്രസവ സമയത്തോ അതിനുശേഷം ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിവൈകല്യത്തെ ഇങ്ങനെ വിളിക്കുന്നു. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസോർഡർ ആണ് കേട്ടോ. സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഉറക്കത്തില് ഞെട്ടി എണീക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങള്. നിങ്ങൾക്ക് ഇവിടെ ഈ പേരിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ എന്തിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡെഫിഷ്യൻസി എന്നാ പറഞ്ഞ കേട്ടോ. ഏതായിരിക്കും ആൻസർ? റൈറ്റ് ആൻസർ ഏതാണ്? അനോക്സിയ ആണ് കേട്ടോ. ഓക്സിജന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് അനോക്സിയ. ന്യൂമോണിയ അല്ലാന്നറിയാം. ഓട്ടിസം ഒരു സ്പെക്ട്രം ഡിസോർഡർ ആണ്. അതൊരു ജനറ്റിക് കണ്ടീഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്ന പേടി തട്ടുന്നതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നമായിരിക്കും. ഫ്രോയിഡിന്റെ തിയറിയില് 4 സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? 4 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കി കണ്ടുപിടിച്ചിട്ട് പതുക്കെ സമയം എടുത്ത് പറഞ്ഞാൽ മതി. മലയാളം വേണ്ടല്ലോ അല്ലെ? അതിന്റെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓർഡർ ഏതാണ്? ഓറല്, ഫാലിക്, ലാറ്റൻസി, ആനൽ. ഓറല്, ഫാലിക്, ലാറ്റൻസി, ആനൽ. ആനൽ അല്ല ലാസ്റ്റ് വരുന്ന സ്റ്റേജ്. ഏനലല്ലേ ആദ്യം വരിക? മലച്ചക്ക് ഓറല് കഴിഞ്ഞ അടുത്തത് ഏനലല്ലേ വരിക? ഓറല് കഴിഞ്ഞിട്ടാണല്ലേ ആനല്. മാറിപ്പോയിട്ടാ. നിങ്ങൾ ചെറിയ കുട്ടി വളർന്നു വരുന്ന ആലോചിച്ച് നോക്കിയാൽ മതി. ചെറിയ കുട്ടികൾ ആദ്യം പാല് കുടിക്കാനാണ് ട്രെയിനിങ് കിട്ടുക അല്ലെ? അപ്പൊ ഓറൽ. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് അവരുടെ മോഷൻ ട്രെയിനിങ് കൊടുക്കും, ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കും അല്ലെ? എപ്പോഴൊക്കെ യൂറിനേറ്റ് ചെയ്യണം, എപ്പോഴൊക്കെ 1, 2 ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷമാണ് ഫാലിക്കും ലേറ്റൻസിയും വരുന്നത്. ഓക്കെ. അപ്പൊ റൈറ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. നമ്മൾ ഈ ഓർഡർ തെറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളെ. Which one of the following is not a defense mechanism? താഴെ തന്നിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്? പ്രൊജക്ഷൻ, റിഗ്രഷൻ, ഇന്റഗ്രേഷൻ, സബ്ലിമേഷൻ. എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മലയാളം വാക്കുകൾ നോക്കിക്കോ. അനുസന്ധാനം, പിൻവാങ്ങൽ, ഇഷ്ടസമ്പാദനം, മഹത്വീകരണം. മിസ് ഓപ്ഷൻ സി ഇൻഗ്രേഷിയേഷൻ. ഇന്റഗ്രേഷൻ ആണോ അതോ? അല്ല, ഇൻഗ്രേഷിയേഷൻ. ഞാൻ വായിച്ചതിന് തെറ്റാണ്. അതല്ലേ?
ഡിഫൻസ് മെക്കാനിസത്തില് ഡിഫൻസ് അല്ലാത്ത മെക്കാനിസത്തിൽ അല്ല നമ്മൾ പഠിക്കാത്ത ഒരു ടേം ആണ് അത്. കറക്റ്റ് ആണ്. ആ, അത് correct. ആ, ബാക്കി പറഞ്ഞ പ്രൊജക്ഷൻ എന്താ? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പഠിച്ചത്? 2 ക്ലാസ് കൊണ്ടല്ലേ ഉള്ളൂ. പ്രൊജക്ഷൻ മലയാളം ഒന്ന് പറയൂ പ്രൊജക്ഷന്റെ. മലയാളം അനുസന്ധാനം. എന്താണ് പ്രൊജക്ഷൻ? നമ്മുടെ തെറ്റ് മറ്റൊരാളില് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലോ, ആ ഒരു സാധനമാണ് പ്രൊജക്ഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നത് ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ കിട്ടണില്ലേ മിസ്സേ? ഇതിങ്ങനെ പരീക്ഷയിൽ ഇപ്പൊ തോക്കുമ്പോ ആ അത് അതിനെ ഇപ്പൊ ചോദ്യ പേപ്പർ ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ അതിനെ ഞാൻ അതന്നെ. നമ്മൾ പഠിക്കേണ്ട പോയിട്ടായിരിക്കും തോറ്റിട്ടുണ്ടാവുക. പക്ഷെ കുറ്റം മൊത്തം ആർക്കാണ്? അത് ചോദ്യ പേപ്പറിന് ചോദ്യ പേപ്പറിനോ അല്ലെങ്കിൽ ടീച്ചർ അടുത്ത് മനസ്സിലാവാത്തതോ ഇതൊക്കെയായിരിക്കും പ്രശ്നങ്ങള്. ഇനി റിഗ്രഷൻ മലയാളം ഒന്ന് പറയും. മലയാളം പിൻവാങ്ങൽ. അതിപ്പോ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പറയല്ലേ, നമ്മൾ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് റിഗ്രഷൻ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇപ്പൊ 2 കുട്ടികള് ഉള്ള വീട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടിക്ക് ഒരു 2ഓ 3ഓ വയസ്സായപ്പോ അടുത്ത ആളുടെ സിബ്ലിംഗ് ഉണ്ടാവാണ്. സ്വാഭാവികമായിട്ടും ശ്രദ്ധ ആരിലേക്ക് പോകും? പാരന്റ്സിന്റെ ഒക്കെ ശ്രദ്ധ രണ്ടാമത്തെ ആളിലേക്ക് പോകും. അപ്പൊ ആദ്യത്തെ ആൾ എന്ത് ചെയ്യും? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആളുടെ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു പോകും. ഇപ്പൊ ബെഡ് വെറ്റിംഗ്, ആവശ്യമില്ലാത്ത വാശികൾ കാണിക്കുക, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക, അതൊക്കെ ഏതിന്റെ പാർട്ടാണ്? റിഗ്രഷന്റെ പാർട്ടാണ്. ഇനി സബ്ലിമേഷൻ. സബ്ലിമേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. സബ്ലിമേഷന്റെ മലയാളം വേണോ? മഹത്വീകരണം. എന്താണ് മഹത്വീകരണം? സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസോ ഇൻസ്റ്റിങ്സോ അതൊക്കെ ഒരു പോസിറ്റീവ് ബിഹേവിയർ ആയിട്ടോ ആക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇമോഷൻ ആയിട്ടോ ചാനലൈസ് ചെയ്യുന്ന പരിപാടിനെയാണ് സബ്ലിമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടി ബോക്സിംഗ് എന്ന് പറയുന്ന ഗെയിമിൽ ഭയങ്കരമായിട്ട് ശോഭിക്കുന്നു. അവിടെ കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ അഗ്രസീവ് ബിഹേവിയറിനെ കുട്ടി ചാനലൈസ് ചെയ്ത് എന്താക്കാണ്? ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു സബ്ലിമേഷൻ ആണ്. അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമ്പൾസിനെ ആക്സെപ്റ്റബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് സബ്ലിമേഷൻ. ക്ലിയർ ആണോ? ഒന്ന് 2 ചോദ്യങ്ങളൂടെ നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ 53 ആയി. നോക്കാം. Which of the following is the best example of differentiating instruction? കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. Exempting half of the class from a homework,
asking all the students to make poster and all the girls to make poster and boys to write an essay, assigning different students to read certain chapter from a book, allowing students to summarize chapter with a poem, essay or cartoon. അതിന്റെ മലയാളം കൂടി നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വ്യതിരിക്തമായ ബോധനത്തിന് ഉദാഹരണം? ക്ലാസിന്റെ പകുതിയെയും ഗൃഹപാഠത്തിൽ നിന്ന് ഒഴിവാക്കുക. പെൺകുട്ടികളെ പോസ്റ്റർ ഉണ്ടാക്കാനും ആൺകുട്ടികളെ പ്രബന്ധം എഴുതാനും നിർദ്ദേശിക്കുക. വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. ഒരു പാഠത്തിന്റെ ആശയം കവിത കൊണ്ടോ പ്രബന്ധം കൊണ്ടോ കാർട്ടൂൺ കൊണ്ടോ അടയാളപ്പെടുത്തുക. വ്യതിരിക്തമായ ബോധനത്തിന് ഉദാഹരണം. ഇത് പെഡഗോഗിയുടെ പാർട്ടാണ് കേട്ടോ. ഡിഫറൻഷിയേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഡി ആണോ? യെസ്, ഡി ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഡി എടുത്തതെന്നോട് പറയാമോ? അത് പല ചിന്തകളും അതിന് കിട്ടില്ല കുട്ടികൾക്ക്. അതായത് നമ്മൾ ഒരാശയമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, അതിനെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്. കറക്റ്റ് ആണ് കേട്ടോ. Alport believed that trades could be organized into 3 levels. 3 ലെവൽസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ്? ആൾപോർട്ടിന്റെ തിയറിയിൽ മലയാളം വേണോ? ഗുണത്തിനെ 3 തലങ്ങളായിട്ട് സംയോജിപ്പിക്കാം. ഏതൊക്കെയാണ്? പ്രാഥമികം, ദ്വിതീയം, തൃതീയമാണോ? ധാരണാശക്തി, വികാരം, ജീവപ്രകൃതി ജ്ഞാനം, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, മൗലികമായ, കേന്ദ്രസ്ഥാനത്തുള്ള, ദ്വിതീയമായ. ഇംഗ്ലീഷും വേണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. ഇത് കിട്ടേണ്ടതാണല്ലോ. ഏതാ? എയും ബി ആണോ സംശയം? ആൾപോർട്ടിന്റെ തിയറിയിൽ നമ്മൾ 3 ട്രേറ്റുകളെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണ് ആൾപോർട്ടിന്റെ തിയറിയിലെ ട്രേറ്റ്സ്. അതോ കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി? ഇങ്ങനെ കൺഫ്യൂഷൻ ആവില്ലേട്ടാ. ഇത് ഈഗോ സൂപ്പർ ഈഗോ ആരുടെയാ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്, ഇതാണ് ആൾപോർട്ടിന്റെ തിയറി ട്ടാ. നമ്മൾ പറയാറില്ലേ, ചില ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ഒരാളെ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ അഹിംസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ആരായിരിക്കും? ഗാന്ധിജി. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറക്കല്ലേ? അപ്പൊ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്തായിരുന്നു? മറന്നുപോയി അല്ലേ? അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ആക്ച്വലി തന്നതാണ്. ഓൾറെഡി ആൾപോർട്ടിന്റെ തിയറിയിൽ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ഉണ്ടല്ലോ അല്ലേ? കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ, തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം തരുന്നതാണ് അതൊക്കെ. കറക്റ്റ് ആയിട്ട് ആ ചാക്കി തന്നെ പോയി വീണോളൂ. അടുത്ത ചോദ്യം നോക്കൂ. ലേണിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ബിഹേവിയറൽ വിഡ്രോവൽ ആണോ, കണ്ടിന്യൂവേഷൻ ആണോ, മോഡിഫിക്കേഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ? ഇത് ലേണിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. ഓപ്ഷൻ ബി കണ്ടിന്യൂവേഷൻ. ഓപ്ഷൻ ബി കണ്ടിന്യൂവേഷൻ. മലയാളം വേണമെങ്കിൽ നോക്കിക്കോട്ടെ. പെരുമാറ്റത്തിലെ ഈ മാറ്റത്തിനാണ് പഠനം എന്ന് പറയുന്നത്. പിൻവലിക്കൽ, തുടർച്ച, പരിഷ്കരണം, അണഞ്ഞുപോകൽ. ലേണിംഗ് ഈസ് എ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അതൊക്കെയാണ്. ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ആൻസർ സി ആണ് കേട്ടാ. ലേണിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ബിഹേവിയറൽ. ബിഹേവിയറൽ കഴിഞ്ഞിട്ട് എന്താന്നാ ചോദിച്ചത്?
മനസ്സിലായാ? ഓക്കെ മാം. ബിഹേവിയറൽ കഴിഞ്ഞു. ബിഹേവിയറൽ കഴിഞ്ഞിട്ട് അവിടെ എന്താ വാക്കുന്നാണ് ചോദിച്ചത്. ഇപ്പൊ ശരിയായില്ലോ? ക്ലിയർ ആയില്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ വൈഗോട്സ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ, റെസിപ്രോക്കൽ ടീച്ചിങ് ആണോ, കോഗ്നിറ്റീവ് ലേണിംഗ് ആണോ, ഇൻസൈറ്റ് ലേണിംഗ് ആണോ? വൈഗോട്സ്കിയുടെ തിയറി കോഗ്നിറ്റീവ് ലേണിംഗ്, സോഷ്യോ കൾച്ചറൽ തിയറി കോഗ്നിറ്റീവ് ലേണിംഗ് ആണോ? സോഷ്യോ കൾച്ചറൽ തിയറി. ആ, മലയാളം വേണമെങ്കിൽ നോക്കിക്കോട്ടെ. ഓപ്പറന്റ് കണ്ടീഷനിങ് അതല്ല, ബിഹേവിയറിസം ആണല്ലോ അത്. കട്ട് ചെയ്തു. റെസിപ്രോക്കൽ ടീച്ചിങ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആരുടെയാ? ഇൻസൈറ്റ് ലേണിംഗ് ജസ്റ്റാൾഡ് സൈക്കോളജി അല്ലേ? ഇൻസൈറ്റ് ലേണിംഗ് ജസ്റ്റാൾട്ടിന്റെയാണ് ഇൻസൈറ്റ് കേട്ടാ. അപ്പൊ അതും കട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഏതാ? റെസിപ്രോക്കൽ ടീച്ചിങ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് മാത്രമല്ലല്ലോ എന്തായാലും സോഷ്യൽ തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. എന്താ റെസിപ്രോക്കൽ ടീച്ചിങ് എന്നറിയോ? നമ്മൾ ക്ലാസ്സിൽ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിപ്രോക്കൽ ടീച്ചിങ് എക്സാമിന്റെ തലേദിവസം എല്ലാം കൂടി കൺഫ്യൂഷൻ ആയെന്ന് പറയരുത് കേട്ടാ. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞത് ഒരു കൊളാബറേറ്റീവ് സ്ട്രാറ്റജിയാണ്. അവിടെ സ്റ്റുഡൻസിനെ ചെറിയ ചെറിയ സെക്ഷൻസ് കൊടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് അവസരം കൊടുക്കുന്ന ഒരു മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കേട്ടാ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലേ വരണേ. അപ്പൊ ശരിക്കും ആൻസർ ഏതാ വരേണ്ടത്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് വരേണ്ടത് കേട്ടാ. ഉത്തരത്തേക്ക് എത്തിയ വിധം മനസ്സിലായോ? ഹലോ, പോയാ? മനസ്സിലായി. ലാസ്റ്റ് വൺ, ഇതോടുകൂടി നമ്മൾ നിർത്താണ്. 30 ചോദ്യമല്ലേ നമുക്ക്? 30 35 എക്സാമിന് ചോദിക്കാറ്? 30 ചോദ്യമാണ് ചോദിക്കാറ്. 30. അനുഭവം കൊണ്ടുണ്ടാകുന്ന പ്രസക്തമായ പെരുമാറ്റ രീതിയിലെ മാറ്റത്തിനെ ഇങ്ങനെ വിളിക്കാം: പരിപക്വനം, പ്രചോദനം, പരിജ്ഞാനം, പഠനം. തൊട്ടു മുമ്പ് നമ്മൾ തെറ്റിച്ച സാധനമായിട്ടത്. റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ് ഈസ് കോൾഡ് മെച്ചുറേഷൻ, മോട്ടിവേഷൻ, എക്സ്പീരിയൻസ്, ലേണിംഗ്. റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഈ ചോദ്യം ഓർമ്മയുണ്ടോ നോക്കിയേ. ലേണിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. ഇനി താഴത്തെ ചോദ്യം വായിച്ചു നോക്കിയോ. ലേണിംഗ്. കറക്റ്റ് ആയിട്ട് എത്തിയില്ലപ്പോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലേണിംഗ് ആണ്. പഠനം. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 30 ചോദ്യങ്ങൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇത് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്? 2021 ചോദ്യ പേപ്പറാണ് കേട്ടോ. കുറച്ച് പഴയ മോഡലാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് റെലവെന്റ് ആയതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇതിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പരീക്ഷ വരുന്നത് 20 എന്ന പരീക്ഷ 18 19 അല്ലേ? പരീക്ഷ 18 19 ആണ്. അപ്പൊ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇനി നോക്കാം. നമ്മള് കാറ്റഗറി 2-നുള്ള സൈക്കോളജി പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1 ആണ് ഞാൻ.
1 ആണ്. മലയാളം തന്നെ വേണം അപ്പൊ. ശരിയാണ്. മലയാളം. ആ മിസ്സേ, മലയാളം ഞാൻ കുഴപ്പമില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചോ. കാറ്റഗറി 2ഉം 3ഉം ആണ് എഴുതണതേ. ആ സയൻസ് ക്ലാസ് ഉണ്ടാവും? ഇതുവരെ ഞങ്ങക്ക് കിട്ടിയില്ല ഒന്നും. സയൻസ് ക്ലാസ്സാ. ആ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസ് കെമിസ്ട്രിയുടെ പോർഷൻസ് അപ്ലോഡഡ് ആണ് ഓൾറെഡി. അത് കണ്ടു നോക്കിക്കോളൂ. യൂട്യൂബിലപ്പോ വെറുതെ അടിച്ചാ മതിയോ അങ്ങനെ? യൂട്യൂബില് ഈ സഹൃദയ ലൂമൻ അക്കാഡമിയുടെ കെമിസ്ട്രി ക്ലാസ്സസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. സെയിം പോർഷൻസ് ഓൾറെഡി കവേർഡ് ആണ്. ഓക്കെ താങ്ക് യു. ഇനി സൈക്കോളജി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോട്ടാ. സൈക്കോളജി ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാറ്റഗറി 1ലും പ്രതീക്ഷിക്കാം അല്ലേ? ആ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടാ. പിന്നെ മലയാളം കിട്ടോ ചോദ്യങ്ങൾ? ചോദ്യങ്ങളുടെ മലയാളം ഉണ്ട്, ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഓക്കെ ബൈ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.